ഈ ഷാഫി ഇമാമിന് ഒരു ശിഷ്യനുണ്ട്, ബുഖാരി ഇമാമിന് ഒരു ഉസ്താദുണ്ട്. ആ ഇമാമിന്റെ പേരറിയുമോ? ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ അശ്ശൈബാനി റളിയല്ലാഹു അൻഹു തങ്ങൾ. ഈ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഇമാം അഹ്മദ് ഇബ്നു തങ്ങൾക്ക് ചരിത്രത്തിൽ ഒരു പേരുണ്ട്. അതെന്താണെന്നറിയുമോ മോനെ? ഇമാമു അഹ്ലി സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ ഇമാമ, അഹ്ലി സുന്നയുടെ ഇമാമ. അല്ലാഹ് മറ്റുള്ള ഇമാമിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാർക്ക് ഇമാമല്ലാത്തത് കൊണ്ടല്ലോ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം വെട്ടിത്തുറന്ന് പറയുന്നതിൽ ഇത്ര കണ്ട് പരീക്ഷണങ്ങൾ അനുഭവിച്ചൊരു ഇമാം വേറെയില്ല. ഭരണാധികാരികളുടെ ഒത്താശയോടുകൂടി മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ ജയിലിലടച്ചിട്ട് എല്ലാ ദിവസവും ചമ്മട്ടി കൊണ്ട് അടികിട്ടി ബഹുമാനപ്പെട്ടവർ ജയിൽവാസം അനുഭവിച്ച വല്ലാത്തൊരു ഇമാമാണ്. ആ ഇമാം അബൂ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങള് അടികിട്ടുന്ന സമയത്ത് ധരിച്ചിരുന്ന കുപ്പായം മഹാനായ ഷാഫി ഇമാമിന് കിട്ടിയപ്പോ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ആ കുപ്പായം മുക്കിയ വെള്ളം അത് ബറക്കത്തിന് കുടിച്ചവരാ. അത്രയും ആദരവാ. ഷാഫി ഇമാമിന്റെ ശിഷ്യനാ ഈ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾക്ക് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാം എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. അത് പറയലാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. അറിയുമോ? മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങള് നാളെ ആഖിറത്തിലെത്തുമ്പോ, സ്വർഗ്ഗത്തിലെത്തുമ്പോ അല്ലാഹ് ആഖിർ സമാനിലെ മക്കളെ, നിങ്ങളൊരു സ്വർഗത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നരകത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പടച്ച റബ്ബ് പറഞ്ഞൊരു നരകമുണ്ട്, പടച്ച റബ്ബ് പഠിപ്പിച്ചൊരു സ്വർഗമുണ്ട്, മുത്തുനബി കണ്ടുവന്നൊരു സ്വർഗമുണ്ട്, മുത്തുനബി വിവരിച്ചു തന്നൊരു സ്വർഗമുണ്ട്. ഇല്ല ഇല്ല, ഈ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും ഈ സ്വർഗത്തിലെ സുഖങ്ങളും ഈ സ്വർഗത്തിലെ അല്ലാഹു തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ള പ്രത്യേകതകളും ഒരാൾക്കും അറിയില്ല, ഒരാൾക്കും അത് കാണാൻ കഴിഞ്ഞിട്ടില്ല. സ്വർഗത്തിൽ അല്ലാഹു തആല തയ്യാർ ചെയ്തു വെച്ചത് എന്തൊക്കെയോ ഇന്ന് വരെ ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഒരു മനുഷ്യ മനസ്സിൽ ഇന്ന് വരെ അത് ഉദിച്ചിട്ടില്ല. സ്വർഗത്തിന്റെ സാമ്പിളുകൾ അല്ലാഹു തആല പറഞ്ഞു എന്നല്ലാതെ എന്തൊക്കെയാ സ്വർഗത്തിലുള്ളതെന്ന് റബ്ബ് പറഞ്ഞിട്ടില്ല. ഖുർആൻ പറഞ്ഞില്ലേ, ഫലാ തഅലമു നഫ്സും മാ ഖുഫിയ ലഹും മിൻ ഖുറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗ്ഗത്തിൽ തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഒരാൾക്കും അറിയില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുത്ത് മുഅ്മിനീങ്ങളോട് ഈ ദുനിയാവിനെ പറ്റി നിങ്ങൾക്കറിയുമോ? ഈ ദുനിയാവിൽ എത്ര വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ട്. കമ്പിളിപ്പറമ്പ് റോഡിനോട് ചേർന്ന് 1 സെന്റ് ഭൂമിക്ക് എത്ര ഉറുപ്പിക കൊടുക്കണം? 5 ലക്ഷം ഉറുപ്പികക്ക് 1 സെന്റ് ഭൂമി കിട്ടുമോ? എന്നാൽ ചോദിക്കട്ടെ, കോഴിക്കോട് സിറ്റിയിലാണെങ്കിലോ 5 സെന്റ് 1 സെന്റ് ഭൂമിക്ക് 1 കോടി കൊടുത്താൽ കിട്ടുമോ? ബാംഗ്ലൂർ സിറ്റിയിലാണെങ്കിൽ 1 സെന്റ് ഭൂമിക്ക് എത്ര വില കൊടുക്കണം? അതേ ഡൽഹിയിലാണെങ്കിലോ ബോംബെയിലാണെങ്കിലോ, എന്നാൽ ഹോങ്കോങ് സിറ്റിയിലാണെങ്കിലോ
ഈ ലോകത്തിന്റെ വില നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്ക്, ഈ ഭൂമിന്റെ വില നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്ക്. എന്നാൽ ഈ ദുനിയാവ് മുഴുവനും, ഈ ദുനിയാവിൽ വിലപിടിപ്പുള്ള എത്ര സാധനങ്ങളുണ്ട്. ദുനിയാവിൽ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ളത് സ്വർണമല്ല. സ്വർണം 16ാമത്തെ സ്ഥാനമാണ്. ഈ ദുനിയാവിൽ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കൂട്ടത്തിൽ 16ാമത്തെ സ്ഥാനമാണ് സ്വർണത്തിനുള്ളത്. സ്വർണത്തിനേക്കാൾ വിലപിടിപ്പുള്ള എത്ര വസ്തുക്കളുണ്ട്. അല്ലാഹ്, ട്രില്യൺ കണക്കിന് കോടികൾ വിലപിടിപ്പുള്ള 1 ഗ്രാം തൂക്കത്തിന് വിലയുള്ള സാധനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. എന്നാൽ ഈ സ്വർഗം കണ്ടുവന്ന നബി, ഈ സ്വർഗം പഠിപ്പിച്ച നബി, ഈ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ അറിയുന്ന നബി, അവിടുന്ന് പല മൗദിഉ ഖദമിൻ ഫിൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗത്തിലെ 1 ഫീറ്റ് സ്ഥലം ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും ദുനിയാവിലുള്ള സകല വസ്തുക്കളെക്കാളും ഈ സ്വർഗത്തിലെ 1 ഫീറ്റ് ഖൈറാണ് കേട്ടോ. ഈ ദുനിയാവ് മുഴുവനും നൽകിയാൽ, ഈ ദുനിയാവിലുള്ളത് മുഴുവനും നൽകിയാൽ അല്ലാഹുവിന്റെ സ്വർഗത്തിലെ 1 ഫീറ്റിനോട് തുല്യമല്ല. അത്രക്കും വിലപിടിപ്പുള്ള സ്വർഗമാ ഈ സ്വർഗം. മോനെ വെറുതെ കിട്ടുമോ? മോനെ അത് വെറുതെ റബ്ബ് കൊടുക്കുമോ? ആ സ്വർഗം റബ്ബ് ഓശാനമായിട്ടാ നൽകുന്നതെങ്കിലും നിങ്ങൾക്കറിയുമോ? അതെല്ലാം നമുക്ക് പഠിപ്പിച്ച ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓശാനമായി അല്ലാഹു തആല ഒരാൾക്ക് സ്വർഗം കൊടുത്താൽ അമൽ കൊണ്ട് സ്വർഗം വാങ്ങാൻ കഴിയില്ല. അതേ ഇബാദത്ത് കൊണ്ട് സ്വർഗം വാങ്ങാൻ കഴിയില്ല. ഓശാനമായിട്ട് സ്വർഗത്തിലെത്തിയാൽ ആഖിർ സമാനിലെ മക്കളെ, ഈ സ്വർഗം ഒരിക്കലും നിറയുകയില്ല. സ്വർഗം നിറയുമെന്ന് ഖുർആനിലില്ല, സ്വർഗം നിറയുമെന്ന് ഹദീസിലില്ല. അവസാനമായി 25,000 കൊല്ലം കൊണ്ട് ചന്തിയിട്ട് നിരങ്ങി പാലം കടന്ന് സ്വർഗത്തിലെത്തുന്ന ഒരു മനുഷ്യനുണ്ട്. ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞു, അത് ഞാനായിരുന്നുവെങ്കിൽ 25,000 കൊല്ലമാ ആ പാലം കടന്ന് സ്വർഗത്തിലെത്തുന്നത്. അയാളാണ് അവസാനത്തെ സ്വർഗത്തിലെത്തുന്ന വ്യക്തി. അത് ഞാനായിരുന്നെങ്കിൽ ആ മനുഷ്യനോട് സ്വർഗത്തിലെനി സ്ഥലമുണ്ടോന്ന്, ആ മനുഷ്യൻ സ്വർഗത്തിലെനി ഇടമുണ്ടോന്ന് ചോദിക്കുമ്പോൾ വിശാലമായി കിടക്കുന്ന സ്വർഗം അല്ലാഹ് കൊതിച്ചുകൊള്ളുക, ഇനിയും കൊതിച്ചുകൊള്ളുക, ഇനിയും കൊതിച്ചുകൊള്ളുക. നിനക്ക് എത്ര കണ്ട് കൊതിക്കാൻ കഴിയും, എത്ര കണ്ട് ഊഹിക്കാൻ കഴിയും, എത്ര കണ്ട് ആഗ്രഹിക്കാൻ കഴിയും, അത്രയും ആഗ്രഹിച്ചോളൂ, ആഗ്രഹിച്ചോളൂ, ആഗ്രഹിച്ചോളൂ. അവന് പറ്റുന്ന അത്രയും ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം റബ്ബ് പറയുന്നു, നീ ആഗ്രഹിച്ചതിന്റെ 10 ഇരട്ടി നിനക്ക് നൽകിയിരിക്കുന്നു. ഈ സ്വർഗം എത്രയാ, ഇതിന്റെ വിസ്തീർണം എത്രയാ, ഇതിന്റെ സൗകര്യം എത്രയാ. ഈ സ്വർഗം നിറയൂല. അതേ സമയത്ത് നരകം നിറക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ലഅംല അന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. അതേ നരകം നിറക്കുന്നതാ, നരകത്തിൽ നിറയുന്നതാ. അതാ ഒരൊറ്റ മൃഗവും നരകത്തിലില്ല, നരകത്തിൽ പട്ടികളില്ല, നരകത്തിൽ പന്നികളില്ല, നരകത്തിൽ മറ്റ് ജീവികളില്ല, നരകത്തിൽ മനുഷ്യരാ ജിന്ന
ജിന്നുകളാ. ജിന്നുകളെ കൊണ്ടും മനുഷ്യരെ കൊണ്ടും മാത്രമാ ഈ ജഹന്നം അല്ലാഹ് നിറക്കുന്നത്. ആ ജഹന്നമേ നിറയുന്നുള്ളൂ, മറിച്ച് അല്ലാഹ് സ്വർഗം നിറയൂല. ആ സ്വർഗത്തിലേക്ക് ഓശാനമായി അതേ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ എത്തിയാൽ ആ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച പ്രത്യേകം സ്ഥാനങ്ങളുണ്ട്, ദറജാത്തുകളുണ്ട്, ഭവാദേ വീടുകളുണ്ട്, പ്രത്യേകം സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലേക്ക് കൈപിടിച്ചാനയിക്കാൻ നമുക്കൊരു ഇമാമുണ്ട്. അതാരാണെന്നറിയോ? ഇമാമു അഹ്ലുസുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമാ. ആഖിർ സമാനിലെ മക്കളെ, 10,000 ആളുകളുള്ള ഒരു കല്യാണത്തിന് നിങ്ങൾ ക്ഷണിച്ചാൽ വേണ്ട, 5,000 ആളുകളുള്ള ഒരു കല്യാണത്തിന് നിങ്ങൾ ക്ഷണിച്ചാൽ ആ കല്യാണത്തിന്റെ ഉടമസ്ഥൻ നല്ലപോലെ ക്ഷണിച്ചിട്ടുണ്ട്, കത്ത് നൽകിയിട്ടുണ്ട്, എല്ലാ ബഹുമാനത്തോടെയും നിങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ കല്യാണത്തിന്റെ ദിവസം അവിടെ എത്തിയപ്പോൾ അയാൾക്ക് വലിയ തിരക്കാ. അയാൾ നിങ്ങളെ കാണുന്നില്ല, നിങ്ങൾ ആരെയും പിടിച്ചിരുത്തുന്നില്ല, ആരും നിങ്ങളെ ഭക്ഷണത്തിന്റെ പന്തലിലേക്ക് കൊണ്ടുപോകുന്നില്ല, ആരും നിങ്ങളെ സ്വീകരിച്ചിരുത്തുന്നില്ല. സ്വാഭാവികമായി നിങ്ങൾക്ക് തോന്നൂലേ ഈ കല്യാണത്തിന് വരേണ്ടതില്ലായിരുന്നു, അങ്ങ് ക്ഷണിച്ചു എന്ന് കരുതി വരേണ്ടതില്ലായിരുന്നു. എന്നാൽ ഈ സ്വർഗത്തിലെത്തുമ്പോ നമ്മുടെ ഇരിപ്പിടത്തിലേക്ക്, നമുക്ക് കണക്കാക്കപ്പെട്ട ദറജയിലേക്ക്, നമുക്ക് കണക്കാക്കപ്പെട്ട ഭവനത്തിലേക്ക് നമ്മ കൈപിടിച്ചു കൊണ്ടുപോകാനുള്ള ഇമാമു അഹ്ലുസുന്ന വൽ ജമാഅ.